എന്തോന്നടേ ഇത്? മിഠായി പ്രശ്നോ? അയ്യയ്യേ, നാണം ഉണ്ടോന്ന് ചോദിക്കുന്നില്ല. അങ്ങനെ ഒരു സാധനം ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ ഇമാതിരി കുത്തിത്തിരിപ്പുമായിട്ടൊന്നും ആരും വരത്തില്ല. എന്റെ പൊന്നെ, മുരളീധരൻ സാറ് കുട്ടികൾക്ക് മുട്ടായി കയ്യിൽ കൊടുത്തില്ല, ഡെസ്കയിലോട്ട് ഇട്ട് കൊടുത്തു. ഉടനെ അവിടെ അയിത്തമാണോ എന്ന് ചോദിച്ചുകൊണ്ട് കുത്തിത്തിരിപ്പുമായിട്ടൊക്കെ വന്നിരിക്കുക. എന്തോന്നാ ഇത്? നാണം ഇല്ലേ? വീണ്ടും വീണ്ടും ചോദിക്കുക. അയ്യേ, നിങ്ങൾക്ക് ഇതൊക്കെ അറിയത്തുള്ളൂ. പപ്പടം പൊടിച്ചു, സാനിറ്റൈസർ ഇട്ട് കൈ കഴുകി, രാഷ്ട്രീയപരമായിട്ട് നേരിടാൻ അറിയത്തില്ലെങ്കിൽ ഇതൊക്കെയാണ് ചീള് കേസ്. എന്തിനാണ് ഇതിനകത്തൊക്കെ ചുമ്മാ അയ്യയ്യേ കുത്തിത്തിരിപ്പുമായിട്ട് ഇറങ്ങിയിരിക്കുക? നിങ്ങൾ ആ പിള്ളേരുടെ അവസ്ഥ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ആ കുട്ടികൾ അവരുടെ അച്ഛനോടോ അമ്മയോടോ അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിക്കുക, എന്താണ് ഇവിടെ പ്രശ്നം? അതുങ്ങൾ ഇത് അറിഞ്ഞിട്ട് ചോദിക്കുക, എന്താ അച്ഛൻ അമ്മ ഇവിടെ പ്രശ്നം, എന്തുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന് ഉത്തരം? അതായത് ജാതിയും മതവും ഒന്നുമില്ലാത്ത ഒരു തലമുറ ഇവിടെ വരട്ടെ എന്ന് നമ്മളെല്ലാം ആഗ്രഹിക്കുമ്പോൾ സമ്മതിക്കത്തില്ല. അന്നേരം അതിനകത്ത് ജാതിയും മതവും കുത്തിക്കയറ്റി കുത്തിത്തിരിപ്പുണ്ടാക്കി മനുഷ്യനെ തമ്മിൽ വേർതിരിക്കുക. ഇതാണ് ഇവരുടെ പരിപാടി. ഒന്ന് ചിന്തിച്ച് നോക്കി. ആ കുഞ്ഞുങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് നമ്മൾ എന്ത് ഉത്തരം പറയും? നിങ്ങൾ തന്നെ പറ. അതേ കുഞ്ഞുങ്ങളെ, നിങ്ങൾ മറ്റൊരു സാധാരണ മനുഷ്യരെ പോലെ ഒന്നുമല്ല, നിങ്ങൾ മറ്റൊരു ജാതിയാണ്. അപ്പം നിങ്ങളെ കുറച്ച് ആൾക്കാർ മാറ്റി നിർത്തുന്നുണ്ട്. അതുകൊണ്ടാണ് വി മുരളീധരൻ സാർ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മുട്ടായി കൈ തരാഞ്ഞെന്ന് പറഞ്ഞ് അവരുടെ ഉള്ളിലേക്കും വർഗീയ വിഷം കുത്തിക്കയറ്റണോ? അങ്ങനെ ആ കുഞ്ഞുങ്ങൾക്കൊരു അപകർഷതാബോധം ഉണ്ടാകണോ? പക്ഷെ പറയുമ്പോൾ വലിയ കൊമ്പത്തെ നവോത്ഥാനക്കാരാ, പക്ഷെ കയ്യിലിരിപ്പോ ഇമാതിരി കുത്തിത്തിരിപ്പ്. മുരളീധരൻ സാർ തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ ആ പ്രവേശനോത്സവത്തിന്റെ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. ആ വീഡിയോയിൽ തന്നെ നമുക്ക് കാണാവുന്നതാണ് ആ കുഞ്ഞുങ്ങൾ എത്ര സന്തോഷത്തോടെയാണ് അദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കുന്നത്. ഒരു കുഞ്ഞ് ഇടിക്കുന്ന പോലെയൊക്കെ കാണിക്കുന്നു, കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തുന്നു. ഇത് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചളിപ്പുണ്ട്. കാരണം എന്ന് വെച്ചാൽ അതെന്തോ അസ്വാഭാവികതയായിട്ടാണ്. അങ്ങനെ പറയേണ്ട കാര്യമുള്ളതല്ലല്ലോ. സാധാരണ എല്ലാവരും മനുഷ്യരല്ലേ. ഇതിനകത്ത് ഈ ജാതി മതം എന്നൊക്കെ പറഞ്ഞ് വേർതിരിച്ച് ചിലത് താഴ്ന്നത്, ചിലത് ഉയർന്നത്. അപ്പോൾ ഉയർന്ന ജാതിക്കാരൻ ഇങ്ങോട്ട് വന്നു, താഴ്ന്ന ജാതിക്കാരനെ കെട്ടിപ്പിടിച്ചു. ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ചളിപ്പാണ്. എന്തിനാണ് അങ്ങനെയൊക്കെ ഈ വേർതിരിക്കുന്നത് കൊണ്ടല്ലേ. പക്ഷെ അത് പറയാതിരിക്കാനും പറ്റില്ല. ഇവന്മാർ ഈ കുത്തിത്തിരിപ്പ് വീഡിയോ ഇറക്കുമ്പോഴത്തേക്ക് അത് ജാതി മതം ഇങ്ങനെ നോക്കുന്നവർക്കല്ലേ പ്രശ്നം. മനസ്സിലായോ? അതായത് ഈ വി ശിവൻകുട്ടി സാറിനെ പോലുള്ള ആൾക്കാരൊക്കെ ഇതിനകത്ത് ഇങ്ങനെ കയറി നോക്കുന്നത് കൊണ്ടല്ലേ പ്രശ്നം. അല്ലാതെ കണ്ട് NSS നടത്തുന്ന ഒരു സ്കൂള്, ആ സ്കൂളിലേക്ക് ഇതുപോലെ ഏതെങ്കിലും സാറന്മാർ കയറി വരുന്നു, ഇതുപോലെ മുട്ടായി ഇട്ട് അവിടെ എന്തെങ്കിലും പ്രശ്നം നടക്കുമോ? ഒന്നും ആരും പറയത്തില്ല. കാരണം അവിടെ ഒരു കുത്തിത്തിരിപ്പിന് വകയില്ല. അപ്പൊ ഇങ്ങനെയുള്ളതൊക്കെ വരുമ്പോഴത്തേക്ക് അതിനകത്ത് കയറി ജാതി നോക്കിയിട്ട് അത് താഴ്ന്ന ജാതിയാണേ, മറ്റേ പുള്ളി ഉയർന്ന ജാതിയാണേ, അതുകൊണ്ടാണേ എന്നൊക്കെ പറഞ്ഞ് അതിനിടയ്ക്ക് കുത്തിത്തിരിപ്പുണ്ടാക്കി തിരിച്ച് മറിച്ച് വെക്കുക. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കി. ശിവൻകുട്ടി സാറ് മിഠായിയൊക്കെ ആയിട്ട് ആ കുഞ്ഞുങ്ങളെ കാണാൻ പോയിട്ട് ആ കുഞ്ഞുങ്ങളെ കാണാൻ പോലും കൂട്ടാക്കാതെ തിരിച്ചു പോകുന്നെന്നും പറഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു കുത്തിത്തിരിപ്പ് അങ്ങനെ കൂടെ പറയാമല്ലോ. അല്ല, മുരളീധരൻ സാർ അവിടെ ചെന്നിട്ട് ഡെസ്കിലെങ്കിലും മിഠായി ഇട്ട് കൊടുത്തു. പക്ഷേ ശിവൻകുട്ടി സാറോ സ്കൂൾ ടൈം ആണെന്ന് പറഞ്ഞ് തിരിച്ചു വന്നു. എന്നാ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടിരുന്ന ശിവൻകുട്ടി സാറിന് സ്കൂൾ ടൈം അറിയത്തില്ലേ? അവിടെ ചെന്നാൽ കാണാൻ ഒക്കത്തില്ലെന്ന് അറിയത്തില്ലേ? അപ്പൊ ഇത് മനഃപൂർവ്വം ആ കുഞ്ഞുങ്ങളെ കാണാൻ പോലും അദ്ദേഹം കൂട്ടാക്കിയിട്ടില്ല. അങ്ങനെ വേണമെങ്കിലും ഒരു കുത്തിത്തിരിപ്പ് ഇറക്കി വിടാം അല്ലേ? ശിവൻകുട്ടി സാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ കണ്ടില്ലേ? കട്ടേല മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ സന്ദർശിച്ചു, കുഞ്ഞു മക്കളുടെ സുഖവിവരം അന്വേഷിച്ചു. ക്ലാസ് ടൈം ആയതിനാൽ കുഞ്ഞുങ്ങളെ നേരിട്ട് കണ്ടില്ല. കുഞ്ഞുങ്ങൾക്കുള്ള മിഠായി വിതരണം ചെയ്യാൻ അധ്യാപകരെ ഏൽപ്പിച്ചു. അല്ല, ഞാൻ ആലോചിക്കുന്നത് ഈ മിഠായി വർക്ക് എന്ന് പറഞ്ഞൊരു കളിയുണ്ട്. അപ്പൊ മുരളീധരൻ സാർ എന്നാൽ പിന്നെ കുഞ്ഞുങ്ങളെ ആ ഒരു കളി കളിപ്പിച്ചേക്കാന്ന് ഓർത്തോണ്ട് ഇവരെല്ലാം വട്ടത്തിൽ എത്തിയിട്ട് നടുക്ക് മുട്ടായി കുടഞ്ഞിട്ടിരുന്നെങ്കിലോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിലത്തിട്ട് കൊടുത്തെന്നും പറഞ്ഞുകൊണ്ട് അത് ഇതിനേക്കാളും വലിയ കുത്തിത്തിരിപ്പായനെ. മിഠായിയും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. SFIക്കാർ ചെയ്ത പരിപാടി ഉണ്ടോ? LP സ്കൂളിന്റെ മറ്റേ ബോർഡിന്റെ താഴെ കൊണ്ടിട്ട് അവന്മാർ ഫ്ലെക്സ് കെട്ടി തൂക്കിയിട്ട് ആ ഫ്ലെക്സിൽ എഴുതിയിരിക്കുന്നതാണ് മതനിരപേക്ഷ കേരളത്തിനായി സമര വിദ്യാർത്ഥിത്വം, പഠിക്കുക പോരാടുക, നവാഗതർക്ക് സ്വാഗതം, SFI അടൂർ ഏരിയ കമ്മിറ്റി. പഠിക്കുക പോരാടുക ഏത് ഇച്ചിരി ഇല്ലാത്ത പിള്ളേരോ? ഗവൺമെന്റ് LP സ്കൂളിന്റെ മുമ്പിൽ കൊണ്ട് തൂക്കിയിട്ടിരിക്കുന്ന ഫ്ലെക്സാ. അതൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതിനൊന്നും യാതൊരു കുഴപ്പമില്ല. മുട്ടായി ഡെസ്കിന്റെ മുട്ടായി കുഞ്ഞുങ്ങൾ കുറച്ച് കൂടുതൽ എടുത്തോട്ടെ എന്ന് ഓർത്തോണ്ട് അങ്ങനെ ഇട്ടതാണ് ഇപ്പൊ കുഴപ്പം. SFIയുടെ ഫ്ലെക്സ് പഠിക്കുക പോരാടുക ഇച്ചിരി ഇല്ലാത്ത പിള്ളേരോട്. ആ ഫ്ലെക്സെ കൊടുത്തിരിക്കുന്ന ഫോട്ടോ ഉണ്ടല്ലോ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അബ്ദുൽ കലാം സാറിന്റെ ഫോട്ടോ ഒന്നും അല്ല കൊടുക്കേണ്ടത് ചെഗുവേരയുടെ ഫോട്ടോയാണ്. പറ്റുവാണെന്നുണ്ടെങ്കിൽ മറ്റേ ചുരുട്ട് വലിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ കൊടുക്കുമായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു. കാരണം ആ സ്കൂളിൽ വെക്കാൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഫോട്ടോ അതായിരുന്നു, ചുരുട്ടും കൂടെ വേണമായിരുന്നു. ഇതിനിടയ്ക്ക് ഒരു ഹയർ സെക്കൻഡറി സ്കൂളിന് മുമ്പിൽ ഒരു ഫ്ലെക്സ് വലിച്ചു കെട്ടിയിട്ടുണ്ട്. ആ ഫ്ലെക്സിനകത്ത് തന്നെ കാട്ടാള ഭരണത്തിന്റെ കാവൽപ്പടയ്ക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല, പിന്നെയാണ് മേനോൻ ഭരണത്തിൽ. മേനോൻ ആരാ ഇത് ഉദ്ദേശിച്ചത്? ഇപ്പുറത്ത് VD സതീശൻ സാറിന്റെ മറ്റും ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ VD സതീശൻ സാറിന്റെ ആണോ ഇനി ഇത് മേനോനാണെന്നോ ഒക്കെ കുത്തി പൊക്കിക്കൊണ്ട് വന്നതാണ്? ഇവർക്ക് എല്ലായിടത്തും ഈ ജാതി ഏതാ മതം ഏതാണെന്ന് നോക്കി നടപ്പാണ് പരിപാടി. അറിയാൻ മേലാത്തോണ്ട് ചോദിക്കും. ശരിക്കും പറഞ്ഞ ആൾക്കാർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇവിടെ ആരാണ് ജാതി മതം എല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുന്നതെന്ന്, ആരാണ് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നതെന്നും എല്ലാം ആൾക്കാർക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ചില ആൾക്കാർ ഇപ്പോഴും അതുപോലെ അടിമകൾ മാത്രമേ ഉള്ളൂ, ഇവർ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കത്തും പറ്റുള്ളൂ. അല്ലാതെ ആൾക്കാർക്കെല്ലാം കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇത് കുത്തിത്തിരിപ്പാണെന്നും ജാതിയും മതവും ഏറ്റവും കൂടുതൽ പറയുന്നതും എല്ലാം ഇവർ തന്നെയാണെന്നും ആൾക്കാർക്ക് മനസ്സിലായി വരുന്നുണ്ട്. സ്വന്തം കാലിന്റെ അടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് ഇവർ അറിയുന്നേ ഇല്ല.
രക്ഷയില്ല. ഇവർ ഇരിക്കുന്ന കൊമ്പ് മുറിച്ചുകൊണ്ടേ ഇരിക്കുക. അങ്ങനെയാണല്ലോ പാർട്ടിക്ക് ഈ ഗതി വന്നത്. ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ അധികം താമസമൊന്നും വേണ്ട. അടുത്ത ഇലക്ഷന് മിക്കവാറും നിൽക്കാനായിട്ട് സ്ഥാനാർത്ഥികൾ പോലും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഈ പോക്കാണെന്നുണ്ടെങ്കിൽ.